ഗിയറില്ലാത്ത സ്കൂട്ടറിൽ കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോഴുള്ള അശ്രദ്ധ. ഗിയറില്ലാത്ത ഉദാഹരണത്തിന് സ്കൂട്ടി പോലുള്ള സ്കൂട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ മുന്നിൽ നിർത്തുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഒരു ഫോൺ സംസാരിക്കാൻ വേണ്ടി വാഹനം സൈഡിലേക്ക് ഒതുക്കുന്നതായിരിക്കും. അത് എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന സിഗ്നലിലായിരുന്നൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ആക്സിലേറ്ററിൽ നിന്ന് കൈ എടുത്തിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വാഹനത്തിൽ നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? വാഹനത്തിൻ്റെ ഹാൻഡിലൊന്നും കൈ കാണത്തില്ല, ഇങ്ങനെ രണ്ട് കൈയും ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സിഗ്നലായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കും, കാണാറുണ്ട്. ഈ സമയത്ത് ഞാൻ പറഞ്ഞ കുട്ടികളുമായി യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ ആകട്ടെ, ചിലപ്പോൾ സാധനം ഇപ്പോൾ നമ്മളൊരു പാല് വാങ്ങാൻ പോകുന്നു, പെട്ടെന്ന് ഒരു കവർ പാല് വാങ്ങിച്ച് നമ്മൾ വാഹനത്തിൽ വെക്കുന്ന ആ ഒരു സമയം മതി. ഈ സമയങ്ങളിലെല്ലാം വാഹനം ഓൺ ആയിരിക്കും, ഓഫ് ചെയ്യാതെ ആയിരിക്കും നമ്മളിതെല്ലാം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഈ ആക്സിലേറ്ററിൽ ഉപയോഗിക്കുന്ന കൈ എടുത്തതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് ചിലപ്പോൾ കുട്ടി ഒരു കൗതുകം കൊണ്ട് അറിയാതെ കയറി ആക്സിലേറ്ററിൽ പിടിച്ചു കഴിഞ്ഞാൽ വാഹനം മുന്നോട്ട് പോകും. അതാണ് ഗിയറില്ലാത്ത സ്കൂട്ടറുകളിൽ കുഞ്ഞുങ്ങളെ മുൻപിൽ നിർത്തി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ എന്ത് കാര്യത്തിന് പോയിക്കോട്ടെ, കുഞ്ഞുങ്ങളുമായി പോകുമ്പോൾ വാഹനം സൈഡിൽ ഒതുക്കേണ്ട ഒരു സാഹചര്യം വരികയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഫോണിൽ സംസാരിക്കാനാവാം, എന്തെങ്കിലും സാധനം വാങ്ങുന്നതിനാവാം, വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ സാധനങ്ങൾ വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്കാവാം, ഒരാളെ കണ്ട് നിങ്ങൾ സംസാരിക്കുമ്പോഴാകാം, എന്തോ ആയിക്കോട്ടെ, എന്ത് കുട്ടിയായിട്ട് പോകുന്ന സമയത്താണെങ്കിൽ വാഹനം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്യാതെ ഒരിക്കലും കുഞ്ഞിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് വാഹനത്തിലിരുന്ന് ഒരു കാര്യവും നിങ്ങളുടെ കൈ ആക്സിലേറ്ററിൽ നിന്ന് എടുത്തതിന് ശേഷം ചെയ്യാൻ ശ്രമിക്കരുത്. വലിയൊരു അപകടം ഉണ്ടായേക്കാം.